നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആരോഗ്യമേഖലയോടുള്ള സർക്കാർ അവഗണന. യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആശുപത്രിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ 15-ന് സമൂഹ നടത്തം സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട് കോട്ടശ്ശേരി മുതൽ മാന്തോപ്പ് മൈതാനം വരെയാണ് ലഹരി വിരുദ്ധ സമൂഹം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബിജെപി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷകദ്രോഹ നയങ്ങളെന്നാരോപിച്ച് ജൂലൈ 9-ന് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. സംയുക്ത ട്രേഡ് യൂണിയൻ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലൂരാവയിൽ നിന്നും ആരംഭിച്ച ജാഥ KV രാഘവൻ ഉദ്ഘാടനം ചെയ്തു. KSRTA CITU കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് SR നിരീഷ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ആവശ്യം. പനത്തടി, താനിക്കാൽ, ചെമ്പമ്പയിൽ, കൊളപ്പുറം, കോട്ടയം, കൊച്ചി എന്നീ വന അതിർത്തിയിലെ രൂക്ഷമായ കാട്ടാന ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ധർണാ സമരം നടത്തി. ചെമ്മട്ടംവയൽ ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. ശിലാസ്ഥാപന കർമ്മം നടന്നു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് സ്വീകരണം നൽകി. കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. വാർത്തകൾ വിശദമായി. ആരോഗ്യമേഖലയോടുള്ള സർക്കാർ അവഗണന. യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആശുപത്രിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആരോഗ്യമേഖലയെ സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മരുന്നില്ല, ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, ജീവനക്കാരില്ല എന്നിങ്ങനെ പല ആരോപണങ്ങളും മുസ്ലിം യൂത്ത് ലീഗ് ആരോപിച്ചു. കാഞ്ഞങ്ങാട് DMO ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് ലീഗ് മാർച്ചിൽ പോലീസുമായി സംഘർഷമുണ്ടായി. യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് മേൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചെമ്മട്ടംവയൽ ജില്ലാ ആശുപത്രി കോംപ്ലക്സിലുള്ള DMO ഓഫീസിലേക്ക് വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് മാർച്ച് എത്തിയത്. ആശുപത്രിക്ക് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിച്ചു. ധർണാസമരത്തിന് ശേഷം വീണ്ടും സംഘർഷാവസ്ഥയുണ്ടായതോടെയാണ് പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചത്. തുടർന്ന് പ്രവർത്തകർ പിരിഞ്ഞുപോയി. ആരോഗ്യമേഖലയിലെ സർക്കാർ അനാസ്ഥയ്ക്കെതിരെയായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. SIT അഖിലിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് പോലീസ് സുരക്ഷ ഒരുക്കി. അതുകൊണ്ടാണ് ഞാൻ ഇത് തുറന്നു പറയുന്നത് എന്നാണ്. പല ഉദ്യോഗസ്ഥന്മാരും, ആരോഗ്യമേഖലയിൽ മാത്രമല്ല പല ഉദ്യോഗസ്ഥന്മാരും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഞങ്ങളിവിടെ സമരം ചെയ്യുമ്പോൾ ഞങ്ങളിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകന്മാർ മാത്രമാണ് ഇവിടെ സമരത്തിന് വന്നിട്ടുള്ളത്. ഇന്ന് 2 ദിവസം മുമ്പാണ് സമരം തീരുമാനിച്ചത്. വലിയൊരു മാർച്ചല്ല ഞങ്ങൾ പ്രഖ്യാപിച്ചത്. പക്ഷേ സർക്കാരിന്റെ മുമ്പിൽ പ്രതിഷേധങ്ങൾ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ 15-ന് സമൂഹ നടത്തം സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട് കോട്ടശ്ശേരി മുതൽ മാന്തോപ്പ് മൈതാനം വരെയാണ് ലഹരി വിരുദ്ധ സമൂഹം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി മാഫിയയ്ക്കെതിരെ മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സമൂഹ നടത്തം സംഘടിപ്പിക്കും. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കു വേണ്ടി പ്രൗഡ് കേരള എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് 15-ന് 5 മണിക്ക് കാഞ്ഞങ്ങാട് കോട്ടശ്ശേരി മുതൽ മാന്തോപ്പ് മൈതാനി വരെ ലഹരി വിരുദ്ധ സമൂഹ നടത്തം സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, മദ്യവിരുദ്ധ ലഹരി വിരുദ്ധ സംഘടനകളുടെ പ്രതിനിധികൾ, സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ പ്രമുഖർ, ആത്മീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് പ്രൗഡ് കേരള ചെയർമാൻ മലയൻകീഴ് വേണുഗോപാൽ അറിയിച്ചു. ജനങ്ങളെ
എല്ലാ വിഭാഗീയതകൾക്കും അതീതമായി ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് ഒരു സാമൂഹിക പ്രതിരോധം സൃഷ്ടിക്കുവാനുള്ള സമഗ്രമായ പ്രചണ്ഡമായ പരിപാടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി രാസലഹരിയുടെ ഗുരുതരമായ വ്യാപനമാണ്. അതിവേഗമാണ് ഇപ്പോൾ മയക്കുമരുന്ന് പല രൂപത്തിൽ ഭാവത്തിൽ യുവാക്കളെ, വിദ്യാർത്ഥികളെ, എന്തിന് പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോലും, കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോലും പല പല രൂപത്തിൽ, പല പേരുകളിൽ, സ്റ്റാമ്പിന്റെ രൂപത്തിൽ, ജ്യൂസിന്റെ രൂപത്തിൽ, സ്റ്റിക്കറിന്റെ രൂപത്തിൽ ഇങ്ങനെ വ്യാപിക്കുന്നു. രാസലഹരിക്കെതിരെ, മയക്ക് മരുന്നിനെതിരായി പ്രൗഡ് കേരള യുടെ ഭാഗമായി മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുൻ KPCC അധ്യക്ഷനും ഇന്ന് AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നയിക്കുന്ന ലഹരിക്കെതിരായി, മയക്കുമരുന്നിനെതിരായി, രാസലഹരിക്കെതിരായി ജൂലൈ 15 വൈകുന്നേരം 5 മണിക്ക് കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിൽ നിന്നും മാന്തോപ്പ് മൈതാനിയിലേക്ക് സമൂഹ നടത്തം സംഘടിപ്പിക്കുകയാണ്. 15 വൈകുന്നേരം 5 മണിക്ക് കോട്ടച്ചേരിയിൽ നിന്നും ആരംഭിക്കുന്ന നടത്തം മാന്തോപ്പ് മൈതാനത്ത് ലഹരി വർജന സന്ദേശം പ്രതിജ്ഞ ചൊല്ലി സമാപിക്കും. പ്രൗഡ് കേരള കോഴിക്കോട്, തിരുവനന്തപുരം, കൊല്ലം ജില്ലാ ആസ്ഥാനങ്ങളിൽ സംഘടിപ്പിച്ച സമൂഹ നടത്തത്തിന്റെ തുടർച്ചയായിട്ടാണ് പത്തനംതിട്ട 14-ാം തീയതിയും 15-ന് കാസർഗോട്ടും ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ലഹരി മരുന്നിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട രാഷ്ട്രീയരഹിത ജനമുന്നേറ്റമാണ് പ്രൗഡ് കേരള മൂവ്മെന്റ്. സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർ ഈ സമൂഹ നടത്തത്തിൽ പങ്കുചേരും. വാർത്താസമ്മേളനത്തിൽ പ്രൗഡ് കേരള ചെയർമാൻ മലയൻകീഴ വേണുഗോപാൽ, DCC പ്രസിഡന്റ് PK ഫൈസൽ, പ്രൗഡ് കേരള കാസർഗോഡ് കൺവീനർ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ഗവേണിംഗ് ബോർഡ് അംഗം ഡോക്ടർ R വത്സലൻ, രമേശൻ കരുവാച്ചേരി, ജില്ലാ കോർഡിനേറ്റർ BP പ്രദീപ് കുമാർ, KP പ്രകാശൻ, ഫെസിലിറ്റേറ്റർ KR കാർത്തികേയൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KSRTA CITU കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് SR നിരീഷ് ഉദ്ഘാടനം ചെയ്തു. KSRTA CITU കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം TV കരിയൻ നഗറിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് SR നിരീഷ് ഉദ്ഘാടനം ചെയ്തു. ഈ പൊതുമേഖലാ വ്യവസായം ആരംഭിക്കുന്നപ്പോഴാണ് 1965 ഞാൻ വേണ്ടി തോന്നി ഈ സഹായവും മറന്നു വേണ്ടി പറയും. അപ്പോൾ ഈ പൊതുമേഖലാ വ്യവസായം ആരംഭിക്കുന്നത് 1965 സ്വാഭാവികമായി ഗവൺമെന്റ് ലക്ഷ്യം വെച്ചത് ഈ പൊതുമേഖലാ സ്ഥാപനം ആരംഭിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കുക. യൂണിറ്റ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ KM അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ പാടി, CITU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV രാഘവൻ, സംസ്ഥാന ഓഡിറ്റ് കമ്മിറ്റി കൺവീനർ M ലക്ഷ്മണൻ, ജില്ലാ പ്രസിഡന്റ് C ബാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി M സന്തോഷ്, ജില്ലാ ട്രഷറർ രശ്മി നാരായണൻ എന്നിവർ സംസാരിച്ചു. K പ്രദീപ് കുമാർ രക്തസാക്ഷി പ്രമേയവും K ശ്രീജ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി K സുജിത് റിപ്പോർട്ടും ട്രഷറർ KP സന്തോഷ് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. അശ്വതി P നായർ, T രാജൻ എന്നിവർ പ്രമേയം അവതരിപ്പിച്ചു. ഭാരവാഹികളായി K പ്രകാശിനെ പ്രസിഡന്റായും, K സുജിത്തിനെ സെക്രട്ടറിയായും, K സുരേഷിനെ ട്രഷററായും, K പ്രശാന്ത്, PV മനോജ്, K ശ്രീജ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, സന്തോഷ് കുമാർ, KP കൃഷ്ണൻ, അശ്വതി P നായർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുത്തു. സന്തോഷ് കുമാർ KP നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ആവശ്യം. പനത്തടി, താനിക്കാൽ, ചെമ്പമ്പയിൽ, കൊളപ്പുറം, കോട്ടയം, കൊച്ചി എന്നീ വന അതിർത്തിയിലെ രൂക്ഷമായ കാട്ടാന ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ധർണാ സമരം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മൊട്ടയം, കൊച്ചി, താന്നിക്കാൽ, കൊളപ്പുറം, മാട്ടക്കുന്ന് എന്നീ പ്രദേശത്തിലുള്ള കർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പനത്തടി സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തി. ചെറിയ കളറിൽ ആരംഭിച്ച പനത്തടി ഡിവിഷൻ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. അതിരൂക്ഷമായ വന്യജീവി കാട്ടാന ആക്രമണത്തിൽ നിന്നും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, സോളാർ മേരി പുനഃസ്ഥാപിക്കുക, മൊട്ടം, കൊച്ചി, താനിക്കൽ കേന്ദ്രീകരിച്ച RRP സംഘവും വന്യ സംരക്ഷണ സമിതിയും രൂപീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. ധർണാ സമരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. പണ്ട് നമ്മളൊക്കെ തന്നെ ഇവിടെ ജീവിച്ചു വന്നിരുന്ന ആളുകളും ഇവിടേക്ക് കുടിയേറി വന്നിരുന്ന ആളുകളും ഒക്കെ തന്നെ കാലാകാലങ്ങളായി കൃഷി ചെയ്ത് കർഷക തൊഴിലാളികളായി ആ തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിച്ചു പോകുന്ന ജനവിഭാഗങ്ങളാണ്. എന്നാൽ അത്തരം ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന നിലയിലേക്ക്, അവരുടെ കൃഷി നശിപ്പിച്ചു പോകുന്ന നിലയിലേക്ക്, കാർഷിക വിളകൾ, ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുന്ന നിലയിലേക്കും അതിനപ്പുറത്തേക്ക് മനുഷ്യന്റെ ജീവന് ഭീഷണിയാകുന്ന നിലയിലേക്ക് വന്യമൃഗങ്ങളുടെ ആകെ തന്നെ ശല്യവും, അതിലെല്ലാം ഉപരിയായി കാട്ടാനയുടെ ഏറ്റവും ഭീഷണികരമായിട്ടുള്ള ആക്രമണങ്ങളും നേരിട്ടുകൊണ്ടാണ് പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സമരം ആദ്യഘട്ടം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന് മുമ്പിൽ ഇന്നിപ്പോൾ സമരം സംഘടിപ്പിക്കുന്നു. മൊട്ടയം കൊച്ചി കോളനിയിലെ ഊരുമുപ്പൻ P. സുഗു അധ്യക്ഷത വഹിച്ചു. M. പത്മകുമാരി, N. വിൻസെന്റ്, തോമസ് കുട്ടി, അഗസ്റ്റിൻ, AJ ആൻഡ്രൂസ്, KV സുരേഷ് കുമാർ, ഗോപിനാഥൻ നായർ, ജയരാജ് KK, CS സനൽകുമാർ, M. നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പനത്തടി. ചെമ്മട്ടംവയൽ ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. ശിലാസ്ഥാപന കർമ്മം നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് കീഴിൽ ചെമ്മട്ടംവയലിൽ പ്രവർത്തിക്കുന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ പെൺകുട്ടികൾക്കായുള്ള ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിനായി കാഞ്ഞങ്ങാട് നഗരസഭ SCP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ശിലാസ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ ഈ വിഭാഗത്തിനുണ്ടാകുന്ന ഉയർച്ച എന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രീ മെട്രിക് ഹോസ്റ്റലിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പാക്കുന്നത്. നേരത്തെ തന്നെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ, സൗണ്ട് സിസ്റ്റം ആയാലും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളായാലും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമായാലും ഒക്കെ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നഗരസഭ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. PB ബഷീർ പ്രവർത്തന റിപ്പോർട്ടും KV ചന്ദ്രൻ നിർമ്മാണ റിപ്പോർട്ടും അവതരിപ്പിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ K. ലത, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ P. അഹമ്മദ് അലി, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ KV സരസ്വതി, മരാമത്ത് കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ K. അനീഷൻ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ K. പ്രഭാവതി, കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ KK ജാഫർ, കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ KK ബാബു, M. ബൽരാജ്, KV മായാകുമാരി, വിനീത് കൃഷ്ണൻ, V. സൗദാമിനി, P. മിനി എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറി ഷിബു MK സ്വാഗതവും കാഞ്ഞങ്ങാട് നഗരസഭാ പ്രൊമോട്ടർ ആതിര രാജീവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് സ്വീകരണം നൽകി. കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ ജൂലൈ 1-2 തീയതികളിൽ തിരുവനന്തപുരത്ത് വച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഫെഡറേഷനെ നയിക്കുന്നതിനായി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ജില്ലയുടെ അഭിമാനമായി മാറിയ
AV ശ്രീധരന് കാഞ്ഞങ്ങാട്ട് ഉജ്ജ്വല സ്വീകരണം നൽകി. മാവേലി എക്സ്പ്രസിൽ കാഞ്ഞങ്ങാട്ടെത്തിയ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. സംസ്ഥാന കമ്മിറ്റി അംഗം BM കൃഷ്ണൻ നായർ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. സംഘടനയുടെ സംസ്ഥാന സമ്മേളനം 19ാം സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത്. ആ സമ്മേളനത്തിൽ വെച്ച് നമുക്ക് ജനറൽ സെക്രട്ടറിയായി കാസർഗോഡ് ജില്ലയുടെ AV ശ്രീധരനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. നമുക്ക് മുമ്പോട്ട് സംഘടനയെ ശക്തിപ്പെടുത്താൻ വളരെയധികം ഉപകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ശ്രീധരൻ. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത്. പ്രവർത്തകരായ മധു പൊന്നൻ, T തമ്പാൻ, M റഷീദ്, P അജയൻ, VM സന്തോഷ്, A രാജേഷ്, K ഷിജു, M സുകേഷ്, KP സുധീഷ്, M അജിത് കുമാർ എന്നിവർ സംബന്ധിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന സമ്മേളനം ധനകാര്യ വകുപ്പ് മന്ത്രി KM ബാലഗോപാലാണ് ഉദ്ഘാടനം ചെയ്തത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, നിരവധി ആളുകൾ പങ്കെടുത്ത് നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് ജില്ലയ്ക്ക് അഭിമാനമായി ഐക്യകണ്ഠേന ജനറൽ സെക്രട്ടറിയായി AV ശ്രീധരനെ തെരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. PMAY ഭവന പദ്ധതി അട്ടിമറി, ജീവനക്കാരില്ലാത്ത ഓഫീസുകൾ, K-സ്മാർട്ട് പ്രതിസന്ധി എന്നിവ പരിഹരിക്കുകയെന്ന ആവശ്യം ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജനപ്രതിനിധികളുടെ അച്ചാനൂർ പ്രതിഷേധ സഭ സംഘടിപ്പിച്ചു. കൃത്യമായ മുന്നൊരുക്കമില്ലാതെ നടപ്പിലാക്കിയ K-സ്മാർട്ട് സംവിധാനം, PMAY ഭവന പദ്ധതി അട്ടിമറി, തദ്ദേശ സ്ഥാപനങ്ങളിലെ മാസങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ നികത്താത്ത സമീപനം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു അജാനൂർ LGML കമ്മിറ്റി പ്രതിഷേധ സഭ സംഘടിപ്പിച്ചത്. അജാനൂർ പഞ്ചായത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പരിപാടി LGML കാഞ്ഞങ്ങാട് മണ്ഡലം കൺവീനർ CK ഇർഷാദിന്റെ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് മുബാറക് ഹസീന ഹാജി ഉദ്ഘാടനം ചെയ്തു. ഇത് ആവശ്യമാണ്. ഇങ്ങനെയുള്ള ഇതിന്റെ വഴി കേൾക്കേണ്ടത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരാണ്. നിങ്ങൾക്ക് സഹായിച്ചുകൊണ്ട് 100% നികുതി പിരിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിനെ സഹായിച്ച ഒരു ചരിത്രമാണ് നമ്മുടെ മെമ്പർമാരെ സംബന്ധിച്ചത്. അവർക്കാണ് ഇതിന്റെ വിഷമം. ഈ വിഷമം കൂടുതൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എല്ലാം അതിനായി ഇവിടെ നേതാക്കന്മാർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഈ മഹത്തായ പരിപാടി ആദ്യമായി ഇതിനെ പ്രവചിച്ച ഇങ്ങനെയുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ അജാനൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും ഇതുപോലുള്ള സമരങ്ങൾ ഇതിനു മുമ്പേ നടത്തേണ്ടതാണ്. മുസ്ലിം ലീഗ് ദേശീയ കൌൺസിലർ A ഹമീദ് ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി PM ഫാറൂഖ്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബഷീർ ചിത്താരി, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ആസിഫ്, MSF ജില്ലാ ട്രഷറർ ജംഷീദ് ചിത്താരി, വനിതാ ലീഗ് പഞ്ചായത്ത് ട്രഷറർ മറിയ കുഞ്ഞി, പഞ്ചായത്ത് അംഗങ്ങളായ ഇബ്രാഹിം ആവിക്കൽ, C കുഞ്ഞാമിന, ഷക്കീല ബദറുദ്ദീൻ, ഹാജറ സലാം എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, വനിതാ ലീഗ് നേതാക്കളും പ്രവർത്തകരും സംബന്ധിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി CH ഹംസ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ നേതൃത്വത്തിൽ കർഷക ചന്തയും വിള ഇൻഷുറൻസ് വാരാചരണവും നടത്തി. തൃക്കരിപ്പൂർ CH ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പാവ ഉദ്ഘാടനം ചെയ്തു. കർഷക ചന്തയിൽ മുഖ്യമായും കേരള ഗ്രോ ബാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയാണ് നടന്നത്. നാടൻ ഇനമായ ശ്രേയസ് കുത്തരി, നാടൻ പച്ചരി, ചെറുധാന്യപ്പൊടി, ധാന്യ പുട്ടുപൊടി, കണ്ണങ്കായ പൊടി, കുടംപുളി, മുളപ്പിച്ച റാഗിപ്പൊടി, മറയൂർ ശർക്കര, കൂവപ്പൊടി, സംസ്കരിച്ച തേനും പച്ചക്കറികളിൽ കുമ്പളം, വെള്ളരി തുടങ്ങിയ ഇനങ്ങളും ചന്തയിലുണ്ട്. ഏറെ ഡിമാൻഡുള്ള വിവിധ നിറത്തിൽ ചെണ്ടുമല്ലി തൈകളും കുറ്റിക്കുരുമുളക്, വള്ളിക്കുരുമുളക്, കറിവേപ്പില, വഴുതിന, പച്ചമുളക് തുടങ്ങിയ തൈകളും കർഷക ചന്തയിലുണ്ട്. വിള ഇൻഷുറൻസ് വാരാചരണവും കർഷക ചന്തയുടെ ഉദ്ഘാടനവും തൃക്കരിപ്പൂർ CH ടൗൺ ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നഷ്ടം നികത്താൻ കഴിയും. നമ്മളിപ്പോൾ വടക്കാലത്ത് തന്നെ വടക്കേ തൃക്കരിപ്പൂരും അതുപോലെ തെക്കേ തൃക്കരിപ്പൂർ വില്ലേജിലൊക്കെ ഒരുപാട് കൃഷിനാശം സംഭവിച്ചു. ഒരുപാട് വാഴകൾ, ഒരുപാട് തെങ്ങുകൾ, കവുങ്ങുകളൊക്കെ വീട് കിടക്കുന്ന കാഴ്ചയാണ്. പലരും ചോദിച്ചപ്പോൾ ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യവും ആ ഇൻഷുറൻസ് ചെയ്യേണ്ട
സംവിധാനവും അതിൻ്റെ പ്രയോറിറ്റിയും ഒക്കെ നമ്മൾ കൃഷി ഓഫീസറിലൂടെ പറഞ്ഞു തരും. അതുപോലെ കർഷകരുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് അതിനനുസരിച്ച് മറുപടി തരാൻ നമ്മുടെ കൃഷി ഓഫീസറുണ്ട്. നല്ല ഒരു ഓഫീസറാണ് നമ്മൾക്ക് ഉള്ളത്. എല്ലാ സ്ഥലങ്ങളും ഓടിച്ചാടി നടക്കുന്ന ഒരു കൃഷി ഓഫീസറാണ്. അപ്പോൾ അവർ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ സംശയങ്ങളടക്കം ദൂരീകരിച്ച് തരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി ചെയ്യും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS നജീബ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M സൗദ, പഞ്ചായത്ത് അംഗങ്ങളായ KV കാർത്തിയായനി, ഫായിസ് ബീരിച്ചേരി, E ശശിധരൻ, MK ഹാജി, M ഷൈമ, സീത ഗണേഷ്, KN ഭാർഗവി, കുടുംബശ്രീ CDS അധ്യക്ഷ M മാലതി, കൃഷി ഓഫീസർ A രജീന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ P സതീശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അജാനൂർ ലയൺസ് ക്ലബിന്റെ 2025-26 വർഷത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി പ്രശസ്ത നേത്രരോഗ വിദഗ്ധ ഡോക്ടർ ത്രേസ്യാമ ജോസ്, ചാർട്ടേഡ് അക്കൗണ്ടറായ ശ്രീലാൽ കരിമ്പിൽ എന്നിവരെ ആദരിച്ചു. അജാനൂർ ലയൺസ് ക്ലബിന്റെ 2025-26 വർഷത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു. ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി പ്രശസ്ത നേത്രരോഗ വിദഗ്ധ ഡോക്ടർ ത്രേസ്യാമ ജോസ്, ചാർട്ടേഡ് അക്കൗണ്ടന്റായ ശ്രീലാൽ കരിമ്പിൽ എന്നിവരെ ആദരിച്ചു. അജാനൂർ പരിസര പ്രദേശങ്ങളിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചു. ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകി. കൂടാതെ മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണ ക്ലാസും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകി. യോഗത്തിൽ പ്രസിഡന്റ് CM കുഞ്ഞബ്ദുള്ള, സെക്രട്ടറി MK സുബോധ്, ട്രഷറർ M ഹമീദ് ഹാജി, റീജിയൻ ചെയർപേഴ്സൺ സുകുമാരൻ പൂച്ചക്കാട്, മുൻ പ്രസിഡന്റ് ജെയ്സൺ തോമസോ, KP അബ്ദുൽ സലാം, CP സമീർ, സതീഷ് ഐഡീസ്, P നാരായണൻ, മൊയ്തു ഹാജി മുട്ടുംതല, ഷബീർ ഹസൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സേവന മേഖലയിലും ആതുര ശുശ്രൂഷാ രംഗങ്ങളിലും ഉൾപ്പെടെ വിവിധ പദ്ധതികൾ പുതിയ വർഷത്തിലും നടപ്പാക്കാൻ തീരുമാനിച്ചതായി തൃക്കരിപ്പൂർ റോട്ടറി ക്ലബിന്റെ നിയുക്ത ഭാരവാഹികൾ അറിയിച്ചു. തൃക്കരിപ്പൂർ റോട്ടറിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ 5 നടക്കാവ് സാരംഗ് ഹാളിൽ നടക്കും. പെൺകുട്ടികളുടെ +2 വരെയുള്ള പഠനം ഏറ്റെടുത്തും തൃക്കരിപ്പൂർ CH സെന്ററിന് ഡയാലിസിസ് കിറ്റുകൾ നൽകിയും നിർധനരായ ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകിയും വ്യത്യസ്ത പ്രവർത്തനങ്ങൾ റോട്ടറി ക്ലബ്ബ് നടത്തിവരുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഗിഫ്റ്റ് ഓഫ് സ്മൈൽ എന്ന പദ്ധതിയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ മുച്ചുണ്ടുള്ളവർക്ക് സൗജന്യ ചികിത്സയ്ക്കും റോട്ടറി നേതൃത്വം വഹിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. തൃക്കരിപ്പൂർ റോട്ടറിയിലെ മെമ്പർമാരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അമ്മമാർക്കും കുട്ടികൾക്കും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ചെക്കപ്പും നടത്താൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഡെന്റൽ ഡോക്ടർമാരുടെ സേവനം ഉപയോഗിച്ച് ഡെന്റൽ ചെക്കപ്പ് ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തുവാനും ഉദ്ദേശമുണ്ട്. റോട്ടറിയിലെ അംഗങ്ങളായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അമ്മമാർക്കും കുട്ടികൾക്കും വിവിധ കേന്ദ്രങ്ങളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും പരിശോധനയും നടത്തുമെന്നും അവർ പറഞ്ഞു. ജൂലൈ 5 നടക്കാവ് സാരംഗ് ഹാളിൽ നടക്കുന്ന ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ നിയുക്ത റോട്ടറി ഗവർണർ MV മോഹൻദാസ് മേനോൻ മുഖ്യാതിഥിയായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ നിയുക്ത പ്രസിഡന്റ് TK റാണി, ഡോക്ടർ K സുധാകരൻ, ഡോക്ടർ K ശ്രീകുമാർ, TV ബാലകൃഷ്ണൻ, CH അബ്ദുൾ റഹീം, ഡോക്ടർ VK ജനാർദ്ദനൻ, PV ചന്ദ്രമോഹൻ, ഡോക്ടർ AK ശ്രീമതി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മിറർ റൈറ്റിംഗ്സിൽ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ശ്രീയുക്ത മോൾ എന്നിവരെയും അനുമോദിച്ചു. പുല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ വെച്ചായിരുന്നു അനുമോദന പരിപാടി നടന്നത്. പുല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻകാല പ്രസിഡന്റുമാരായ നിട്ടൂർ അമ്പു നായർ, V കോമൻ മാസ്റ്റർ, N കുഞ്ഞമ്പു നായർ എന്നിവരുടെ സ്മരണാർത്ഥം കഴിഞ്ഞ SLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മിറർ റൈറ്റിംഗ്സിൽ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ശ്രീയുക്ത മോൾ എന്നിവരെയും പുല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ വെച്ചാണ് അനുമോദിച്ചത്. പരിപാടി കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. 100% വിജയം, 1200-ൽ 1200 മാർക്ക്, SSLCയിൽ തിളങ്ങുന്ന വിജയം. ഇത് പലരും പറയും വെറുതെ മാഷന്മാര് വാരിക്കോരി കൊടുക്കുകയാണ് എന്ന് പറയാറ്. അങ്ങനെയുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല.
പഴയതുപോലെയല്ല. ഇന്ന് വിവരം, അറിവ് നമ്മുടെ വിരൽ തുമ്പുകളിലാണ്. കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ലോകത്തെ മുഴുവൻ വിവരങ്ങളും നമ്മുടെ കയ്യിലേക്ക്. അധ്യാപകർക്ക് അറിയാത്ത കാര്യങ്ങൾ പോലും വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിത്. പഞ്ചായത്ത് പ്രസിഡന്റും ബാങ്ക് പ്രസിഡന്റുമായ CK അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ ചന്ദ്രൻ കരിച്ചേരി, MV നാരായണൻ, രജനി, ഷീബ പുല്ലൂർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV ഗോപാലൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി P പരമേശ്വരൻ, INTUC ജില്ലാ സെക്രട്ടറി MV പത്മനാഭൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് T തമ്പാൻ, ബാങ്ക് സെക്രട്ടറി M ചന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി K ശശിധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ കളക്ടറേറ്റിലേക്ക് ജോയിന്റ് കൗൺസിൽ മാർച്ചും ധർണയും നടത്തി. 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ കേരളത്തിലെ ജീവനക്കാർക്കു ലഭ്യമാക്കേണ്ട ശമ്പള പരിഷ്കരണം നടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ച് നടത്തിയത്. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി നരേഷ് കുമാർ കുന്നിയൂർ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. 12ാം ശമ്പള പരിഷ്കരണം ലഭ്യമാകേണ്ടിയിരുന്ന 2024 ജൂലൈ 1 ലഭ്യമായില്ലെന്ന് മാത്രമല്ല, ഒരു വർഷം കഴിഞ്ഞിട്ടും ശമ്പള പരിഷ്കരണത്തിനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കാസർഗോഡ് ജില്ലാ കളക്ടറേറ്റിലേക്ക് ജോയിന്റ് കൗൺസിൽ മാർച്ചും ധർണയും നടത്തിയത്. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണാ സമരം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ആലോചിക്കേണ്ട 2014 നമ്മുടെ രാജ്യം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ കൈകളിൽ എത്തിയതിനു ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മുടെ രാജ്യത്തെ കർഷകർക്കെതിരായിട്ടും അതുപോലെ തൊഴിലാളികൾക്കെതിരായിട്ടും ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഓരോ തരത്തിലുള്ള ബില്ലുകൾ കൊണ്ടുവരികയാണ്. നമുക്കറിയാം, ലേബർ കോഡ് പോലുള്ള ബില്ലുകൾ, കർഷക വിരുദ്ധ നിയമങ്ങൾ, തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ ഓരോ ദിവസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നടപ്പിലാക്കിയ കാലഘട്ടവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാജ്യം കോവിഡ് കാലത്ത് പുറത്തിറങ്ങാൻ കഴിയാത്ത കാലഘട്ടങ്ങളിലാണ് ഇത്തരത്തിലുള്ള നയങ്ങൾ ഇവർ നടപ്പിലാക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് G സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സമരസമിതി ജില്ലാ ചെയർമാൻ സുനിൽകുമാർ കരിച്ചേരി, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CK ബിജുരാജ്, യമുന രാഘവൻ, സംസ്ഥാന കൗൺസിൽ അംഗം SN പ്രമോദ് എന്നിവർ അഭിവാദ്യം ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി T റിജേഷ് നന്ദി പറഞ്ഞു. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പ്രസാദ് കരുവളം, K പ്രീത, PP പ്രദീപ് കുമാർ, ശ്രീജി തോമസ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ AK ദിനേശ് കുമാർ, അരുൺ കുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ E മനോജ് കുമാർ, വിനോജ് M, N മോഹനൻ, K രവീന്ദ്രൻ, പുഷ്പ PV, M വിശ്വംഭരൻ, റോഷിൽദാസ്, PV നിഷ, രഞ്ജിഷ്, മേഖലാ ഭാരവാഹികളായ സുഗുണൻ, സുഷമാ റാവു, സുജിത് ഉണ്ണിത്താൻ, രാജൻ KV, സുരേഷൻ കുറ്റിപ്പുറത്ത്, KT രമേശ്, അരവിന്ദ് പൈ, KC സുനിൽകുമാർ, വിൻസെന്റ് PM, സനൂപ് P, സജിത്ത് T, AV ശശിധരൻ, റീന ജോസഫ്, ജെയ്ബിൻ ചാക്കോ തുടങ്ങിയവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുൻ MLA-യും CPM നേതാവുമായിരുന്ന VV കുഞ്ഞമ്പുവിന്റെ 53ാം ചരമവാർഷികം ചെറുവത്തൂരിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. ടൗണിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കയ്യൂർ റോഡിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടെയാണ് അനുസ്മരണ സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് ചെറുവത്തൂർ EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷവും ഡോക്ടർമാരുടെ സേവനം ലഭ്യമായി. ഡോക്ടറും മരുന്നും നാഥനില ഘടനയുമായി ആശുപത്രികളിൽ ഇന്ന് ഡോക്ടറുണ്ട്, മരുന്നുണ്ട്, രോഗികളുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായി ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ മാത്രം മാതൃമരണ നിരക്ക് 43% നിന്ന് 16% കുറഞ്ഞു. ശിശുമരണ നിരക്ക് 12% നിന്ന് 6% കുറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ T നാരായണൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA, മുൻ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ജനാർദ്ദനൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മാധവൻ മണിയറാം, രജീഷ് വെള്ളാട്ട്, PC സുബൈദ, ഏരിയ സെക്രട്ടറി K ബാലകൃഷ്ണൻ, ചെറുവത്തൂർ ലോക്കൽ സെക്രട്ടറി AV ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
പൊടവടക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം സുവർണോത്സവം 2025 പുതുതായി നിർമ്മിക്കുന്ന ഊട്ടുപുരയുടെ ശിലാസ്ഥാപനം നടന്നു. തന്ത്രി കൃഷ്ണദാസ് വാഴുന്നവർ ദീപപ്രാജ്വലം നടത്തി അനുഗ്രഹ ഭാഷണം നടത്തി. പൊടവടുക്കം ധർമ്മശാസ്ത്ര ക്ഷേത്ര സേവാ സംഘത്തിന്റെ 50ാം വാർഷികാഘോഷ കമ്മിറ്റിയുടെ ഊട്ടുപുര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറ്റിയടിക്കൽ ചടങ്ങും ശിലാസ്ഥാപന കർമ്മവും നടന്നു. താന്ത്രിക രത്നം ബ്രഹ്മശ്രീ ഇരുവൽ IK കൃഷ്ണദാസ് വാഴുന്നവരുടെയും വേങ്ങയിൽ തറവാട്ടുകാരണവർ V അമ്പൂഞ്ഞി നായർ, ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് A നാരായണൻ നായർ പുതിയകണ്ടം, ക്ഷേത്ര UAE സുവർണോത്സവം ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ മുരളീധരൻ നമ്പ്യാർ രാവണേശ്വരം എന്നിവരുടെ കാർമ്മികത്വത്തിൽ K വേണുഗോപാൽ നമ്പ്യാർ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ആ പൂർവികരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചത്. ഇപ്പോൾ പൊടവടുക്കം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വർഷമായി ഇതിൻ്റെ പഴയ കാലത്തും ഒന്നുമില്ലായ്മയിലുണ്ടായിരുന്ന സമയത്തും ഇന്ന് ഈ നിലയിലെത്തിച്ച ഈ സമയത്തും ഒക്കെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ ക്ഷേത്രത്തിൻ്റെ തളർച്ചയും അതുപോലെ തന്നെ അതിൻ്റെ വളർച്ചയും ഒക്കെ വളരെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇതിനു മുമ്പ് നടന്ന ചില പരിപാടികളിലൊക്കെ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. ഇനിമേലും ഇതുവക കാര്യങ്ങളൊക്കെ സഹകരിച്ച് ഞാൻ മുന്നോട്ട് പോകും. അതിൽ നിങ്ങൾക്കാർക്കും സംശയം വേണ്ട. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ V മാധവൻ നായർ ബാലൂർ അധ്യക്ഷത വഹിച്ചു. തന്ത്രി കൃഷ്ണദാസ് വാഴുന്നവർ ദീപപ്രജ്വലനം നടത്തി. തുടർന്ന് അനുഗ്രഹ ഭാഷണം നടത്തി. UAE സുവർണോത്സവം ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ മുരളീധരൻ നമ്പ്യാർ രാവണേശ്വരം മുഖ്യപ്രഭാഷണം നടത്തി. A നാരായണൻ നായർ പുതിയകണ്ടം, വേങ്ങയിൽ തറവാട് പ്രസിഡന്റ് V ബാലകൃഷ്ണൻ നായർ, M മാധവൻ നായർ പൊടവടുക്കം, K നാരായണൻ നായർ കപ്പത്തിക്കൽ, ബാലൻ മാസ്റ്റർ പരപ്പ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ സുരേഷ് കോട്ടക്കുന്ന് സ്വാഗതം പറഞ്ഞു. ക്ഷേത്ര മാതൃസമിതി പ്രസിഡന്റ് ചന്ദ്രാവതി അരിയളം നന്ദിയും പറഞ്ഞു. ആഘോഷ കമ്മിറ്റി ട്രഷറർ V കുഞ്ഞുകേളു നായർ, വൈസ് ചെയർമാൻമാരായ P നാരായണൻ നായർ, V ബാലകൃഷ്ണൻ നായർ, കൃഷ്ണൻ മോയോലം, ജോയിന്റ് കൺവീനർമാരായ V കുഞ്ഞിക്കണ്ണൻ നായർ, V നാരായണൻ നായർ, C രവീന്ദ്രൻ അരിയളം, സതീശൻ പൊടവടുക്കം എന്നിവരും ഭജന കലാസമിതി ഭാരവാഹികൾ, കമ്മിറ്റി മെമ്പർമാരും നാട്ടുകാരും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LGML തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുസ്ലിം ലീഗ് ജനപ്രതിനിധി സംഘടനയുടെ നേതൃത്വത്തിൽ വർക്കടി ഗ്രാമപഞ്ചായത്ത് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. TMK മുഹമ്മദ് ധർണ ഉദ്ഘാടനം ചെയ്തു. K-Smart PMAY ലൈഫ് ഭവൻ പദ്ധതികളിലെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുക, ഓഫീസുകളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുക, പെൻഷൻ അപേക്ഷകളിലെ അവഗണന അവസാനിപ്പിക്കുക, മുടങ്ങിക്കിടക്കുന്ന വികസന പദ്ധതികൾ ഉടൻ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LGML തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുസ്ലിം ലീഗ് ജനപ്രതിനിധി സംഘടനയുടെ നേതൃത്വത്തിൽ വോക്കാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. DMK മുഹമ്മദ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 1 മുതൽ എല്ലാ അപേക്ഷകളും K-Smartലൂടെ ഓൺലൈനായി അവരവർ തന്നെ സ്വയം ലോഗിൻ ചെയ്തുകൊണ്ട് വ്യക്തിഗതമായി അവർക്ക് തന്നെ സമർപ്പിക്കാവുന്ന ഒരു സംരംഭമായി ഉദ്ദേശിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തി ഏപ്രിൽ 18-ാം തീയതി ഔദ്യോഗികമായി തിരുവനന്തപുരത്ത് വെച്ച് ഉദ്ഘാടനം കൂടി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞ് ഇന്ന് ജൂലൈ 3 ഇന്ന് നിങ്ങൾ നോക്കിയാലും ഈ K-Smart എന്താണെന്ന് വ്യക്തമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്കറിയില്ല. ജനങ്ങൾക്ക് പോട്ടെ, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കറിയില്ല, ഇവിടുത്തെ ജനപ്രതിനിധികൾക്കറിയില്ല. ഇത് വ്യക്തമായും കൊണ്ട് ഇത് ഏത് രീതിയിലാണ് ഇത് നടപ്പിലാക്കേണ്ടത്. K മുഹമ്മദ് പാവൂർ അധ്യക്ഷത വഹിച്ചു. വോർക്കാടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് BA അബ്ദുൽ മജീദ്, AK ഖാലിദ് ദുർഗി പല്ല, ഇബ്രാഹിം ധർമ്മനഗർ, D സീത, മൂസ കെതുമ്പാടി, സദാശിവ സബല്യ, ഉമർ കുഞ്ഞി, മുഹമ്മദ് മജൽ, റഹ്മത്ത് റസാഖ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. റസാഖ് കെതുമ്പാടി, AK മുഹമ്മദ്, ഉമർ പാലേങ്കി, ലത്തീഫ് പൊയ്യ, അബൂബക്കർ ഉർണി, അബൂബക്കർ മങ്കോടി, ഹാറൂൺ റഷീദ്, റസാഖ്, അൻസാർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മുളിഞ്ച ഗവൺമെന്റ് പ്രൈമറി സ്കൂളിൽ ലോകലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ലഹരി വിരുദ്ധ ചങ്ങല ഒരുക്കി ലഹരിക്കെതിരെ ബോധവത്കരണം നടത്തി.
മുളിഞ്ച ഗവൺമെന്റ് പ്രൈമറി സ്കൂളിൽ ലോക ലഹരിവിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ചിത്രാവതി ചിഗുറുപാതെ ഈ ദിനത്തിന്റെ പ്രത്യേകത വിവരിച്ചു. അധ്യാപിക ഐശ്വര്യയുടെ നേതൃത്വത്തിൽ എല്ലാവരും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. തുടർന്ന് ലഹരിവിരുദ്ധ ദിനത്തെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനവും അധ്യാപകരുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായ സൂംബ ഡാൻസും നടന്നു. അതോടൊപ്പം പൊതുജനങ്ങളിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി റാലി നടത്തുകയും ചെയ്തു. സ്കൂളിലെ മുതിർന്ന അധ്യാപകൻ റിയാസ് പെരിങ്ങാടി പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. അധ്യാപകരായ അബ്ദുൽ ബഷീർ, ധന്യ PV എന്നിവർ ഈ ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചു. ലഹരിയുടെ ദോഷങ്ങൾ, കുട്ടികൾക്കും സമൂഹത്തിനും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ചും അവർ സംസാരിച്ചു. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ലഹരിവിരുദ്ധ ചങ്ങലയൊരുക്കി ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി. കുട്ടികൾ ലഹരിവിരുദ്ധ ദിനത്തെക്കുറിച്ചുള്ള പോസ്റ്ററുകളും തയ്യാറാക്കി. പരിപാടിയിൽ സ്കൂൾ അധ്യാപകരായ രേഷ്മ സ്വാഗതവും ജസീല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോഗ്യമേഖലയോടുള്ള സർക്കാർ അവഗണന. യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആശുപത്രിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ 15-ന് സമൂഹ നടത്തം സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട് കോട്ടശ്ശേരി മുതൽ മാത്തോപ്പ് മൈതാനം വരെയാണ് ലഹരിവിരുദ്ധ സമൂഹം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. BJP സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷകദ്രോഹ നയങ്ങളെന്നാരോപിച്ച് ജൂലൈ 9-ന് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. സംയുക്ത ട്രേഡ് യൂണിയൻ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലൂരാവയിൽ നിന്നും ആരംഭിച്ച ജാഥ KV രാഘവൻ ഉദ്ഘാടനം ചെയ്തു. KSRTA CITU കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് SR നിരീഷ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ആവശ്യം. പനത്തടി, താനിക്കാൽ, ചെമ്പമ്പയിൽ, കൊളപ്പുറം, കോട്ടയം, കൊച്ചി എന്നീ വന അതിർത്തിയിലെ രൂക്ഷമായ കാട്ടാന ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ധർണാ സമരം നടത്തി. ചെമ്മട്ടംവയൽ ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. ശിലാസ്ഥാപന കർമ്മം നടന്നു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് സ്വീകരണം നൽകി. കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.